നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ടത്തിന്, അതായത് അവസാന ഘട്ടത്തിന് തുടക്കമായിരിക്കുന്നു. 57 സീറ്റുകളിലേക്ക് പോളിംഗ് നടക്കുന്ന ഈ ഘട്ടം ഏറെ നിർണായകമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. രാവിലെ കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് തുടങ്ങിയിരിക്കുന്നു. UP ഉൾപ്പെടെയുള്ള BJP കോട്ടകളിൽ ആദ്യ മണിക്കൂറിൽ തന്നെ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. പഞ്ചാബിലെ 13 സീറ്റുകൾ ഈ ഘട്ടത്തിൽ മത്സരിക്കുന്നുണ്ട്. രാജ്യശ്രദ്ധ മുഴുവൻ പതിയുന്നത് പഞ്ചാബിൽ തന്നെയാണ്. 2019 വെറും 2 സീറ്റുകൾ മാത്രമേ പഞ്ചാബിൽ BJPക്ക് നേടാൻ സാധിച്ചിരുന്നുള്ളൂ. ഇത്തവണ കർഷക സമരം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സംസ്ഥാനത്ത് ചർച്ചാ വിഷയം തന്നെയാണ്. ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ശക്തമായി തന്നെയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഇറങ്ങിയിരിക്കുന്നത്. സിഖ് വോട്ടുകൾ കോൺഗ്രസിനും ആം ആദ്മിക്കുമിടയിൽ വിഘടിച്ചു പോകുമെന്നും ഹിന്ദു വോട്ടുകൾ തങ്ങളിലേക്ക് കേന്ദ്രീകരിക്കപ്പെടും എന്നും തന്നെയാണ് BJP കണക്ക് കൂട്ടുന്നത്. ഉത്തർപ്രദേശിലും ബംഗാളിലും ബീഹാറിലും ജാർഖണ്ഡിലും ഒഡീഷയിലും ഒക്കെ പോളിംഗ് ശതമാനം ഉയരും എന്നുള്ള വലിയ കണക്കുകൂട്ടൽ BJPക്ക് മുന്നിലുണ്ട്. അതേസമയം തന്നെ 3 ദിവസങ്ങളിലായി 45 മണിക്കൂർ കന്യാകുമാരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടരുന്ന ധ്യാനം ഇന്ന് ഉച്ച കഴിയുമ്പോൾ അവസാനിക്കുകയാണ്. അതിനുശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരികെ ദില്ലിയിലേക്ക് പോകുന്നതുമാണ്. എന്തായാലും മോദിയുടെ ഈ ധ്യാനം ഫലം കാണും എന്നുള്ള ഉറച്ച ആത്മവിശ്വാസത്തിൽ തന്നെയാണ് BJP ക്യാമ്പുകളും. ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം.